പൊന്തുവള്ളങ്ങൾ ഉപയോഗിച്ച് തീരക്കടലിൽ നടത്തുന്ന മത്സ്യബന്ധനം നിരോധിക്കാനുള്ള അധികൃതരുടെ നീക്കം വീണ്ടും ചർച്ചയായതോടെ ആശങ്കയിലാണ് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. കരയോട് ചേർന്ന് തീരക്കടലിൽ മാത്രം മീൻപിടുത്തം നടത്തുന്ന ഇത്തരം 2000-ഓളം വള്ളങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രമുള്ളത്. നിരോധനം നടപ്പിലാക്കിയാൽ പട്ടിണിയിലാകുന്നത് പൊന്തുവള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ്. വാർത്ത കാണാം. നടുക്കടലിലേക്ക് പോകാതെ തീരക്കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പൊന്തുവള്ളത്തിൽ മീൻ പിടിക്കുവാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ. തെർമോക്കോൾ കൂട്ടിയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ഇത്തരം വള്ളങ്ങളിൽ ഒരാൾ മാത്രമാണ് തുഴഞ്ഞ് മീൻ പിടിക്കുവാൻ പോകുന്നത്. ആലപ്പുഴ തീരത്ത് തന്നെ 2000-ഓളം പൊന്തുവള്ളങ്ങളുണ്ട്. ഈ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നത് നിരോധിക്കുവാൻ നീക്കം നടക്കുന്നതോടെ പ്രതിസന്ധിയിലാകുന്നത് 6000-ഓളം കുടുംബങ്ങളാണ്. യാതൊരുവിധ ഇന്ധന ചെലവുമില്ലാതെ സാധാരണപ്പെട്ട ആളുകൾ അവരൊരു എൻ്റർപ്രണർഷിപ്പ് പോലെ സ്വയം തൊഴിൽ പോലെ കണ്ടെത്തി കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന ഈ സാധ്യതയെ ഇല്ലാതാക്കുവാനുള്ള നീക്കം ബോധപൂർവമാണെന്നുള്ളത് ഞങ്ങൾ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. ആഴക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടും തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് നടന്നു വരുന്ന തീരക്കടലിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെടുത്തും അതോടൊപ്പം തന്നെ തീരദേശ മേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നിലയിലേക്കുള്ള ഒരു സമീപനം വരുന്ന കുറേ സമീപകാലങ്ങളിൽ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കാര്യമായ പങ്കുണ്ട്. കടൽമണൽ കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ് തീരക്കടലിലെ പൊന്തുവള്ളങ്ങളിലെ മീൻപിടുത്തം നിരോധിക്കാൻ നീക്കം നടത്തുന്നതെന്ന് സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ സുരക്ഷയെ മുൻനിർത്തിയാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. പൊന്തുവള്ളത്തിൽ മീൻ പിടിക്കുന്ന തൊഴിലാളിയെ ആശ്രയിച്ച് കുറഞ്ഞത് 7 പേരെങ്കിലും ഉണ്ടാകും. പിടിച്ച ഉടൻ വലയോടുകൂടി തന്നെ പാതയോരത്തോ മാർക്കറ്റുകളിലോ എത്തിച്ച് വിൽപ്പന നടത്തും. ഇങ്ങനെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിരോധനം നടപ്പിലാക്കിയാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കഞ്ഞിയിലാകും അധികൃതർ മണ്ണുവാരിയിടുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. വാർത്തയുടെ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് നൽകും. അതിനു മുൻപ് അവരുടെ പ്രതികരണത്തിലേക്ക്. പൊങ്ങ് നിരോധിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ ചങ്ക് തകർന്നിരിക്കുക. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാനൊരു 10-25 കൊല്ലത്തോളമായി പൊന്ത് തുഴയാൻ തുടങ്ങിയിട്ട്. ഇത് ഞങ്ങൾ ആഴക്കടലിലെങ്കിലും അല്ല പോകുന്നത്. ഈ അടുത്ത തീരക്കടലിൽ പോയി മീൻ പിടിക്കുന്ന ഇന്ധനം വെച്ചൊന്നും അല്ല പോകുന്നത്, തുഴഞ്ഞാണ് പോകുന്നത്. ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ പൊന്തുവള്ളം എന്ന് പറയുന്നത്. ഈ പൊന്തുവള്ളത്തെ പോയി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത്. ഈ പൊന്തുവള്ളമൊക്കെ നിരോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവിതം തികച്ചും കഷ്ടപ്പാടിലേക്ക് പിന്നെയും പോകത്തേ ഉള്ളൂ. ഇത് നിരോധിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. ഇതിപ്പോൾ നിർത്തേണ്ട കാര്യമില്ല. ഇത് തുഴഞ്ഞു പോയാണ് മീൻ പിടിക്കുന്നത്, അല്ലാതെ വല്ല ഇഞ്ചന വെച്ചിട്ടല്ല പോകണം. അവർ തുഴഞ്ഞ് ഈ കടലിന് പോയി കഴിഞ്ഞാൽ കുത്ത് കിട്ടിയാൽ ചിലപ്പോൾ ആളിയാകുന്ന സമയം വരെ കാണും. ഈ കുമ്പം കടലിൽ ഈ കടലിൽ അവർ രാവിലെ പോകും, വെളുപ്പിനെയാണ് പോകുന്നത്. ഇത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. വിവരങ്ങൾ നൽകാൻ അജയ്നാഥ് ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. അജയ്, എന്താണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് അധികാരികൾ കടക്കുന്നത്? അവർ പറയുന്നത് എന്താണ്? വിവരങ്ങൾ. അശ്വതി, തീർച്ചയായും ഈ നിരോധനം ഏർപ്പെടുത്തിയാൽ ഏതാണ്ട് 6000-ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം അത് ഇല്ലാതാകുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സങ്കീർണമായിട്ടുള്ള വസ്തുത. 6000-ഓളം കുടുംബങ്ങളാണ് ഈ ഒരു രീതിയിൽ ഈ പൊങ്ങുവെള്ളത്തിൽ കടലിൽ പോയി മീൻപിടുത്തത്തിലൂടെ ഒരു ജീവിതമാർഗമായി ഇതിനെ കാണുന്നത്. അതായത് തീരദേശത്താണ് ഇത്തരത്തിലേക്ക് ഒരു മീൻപിടുത്തത്തിന് വേണ്ടി പോകുന്നത്. ആഴക്കടലിലേക്ക് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇവർ പോകുന്നില്ല. നമ്മൾ കടൽ തീർത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാവുന്ന ദൂരത്തിലാണ് ഇവർ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് പോകുന്നതും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലേക്കൊരു നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആ ചർച്ച അന്ന് അവസാനിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. ആ ഒരു നീക്കം തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഇപ്പോൾ ആ ഒരു നിലപാടിലേക്ക്, അതായത് ഈ പൊങ്ങുവെള്ളത്തിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെ അവരുടെ ആ മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ളൊരു നിരോധിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ലോബിയുടെ ഒരു കളി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാണ് ഈ സമരക്കാർ, അതായത് ഈ പ്രതിഷേധക്കാരെല്ലാം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏക ഉപജീവന മാർഗമാണിത്. കേവലമായി തുച്ഛമായിട്ടുള്ള ഒരു വരുമാനമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. 7ഓളം ആളുകൾ ഈ ഒരു വള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വള്ളത്തെ മാത്രം ആശ്രയിച്ച് 7ഓളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളെല്ലാം തന്നെ ഏക ഉപജീവന മാർഗമായിട്ട് കാണുന്ന ഒരു ജോലി കൂടിയാണിത്. അതിനാൽ തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടു വരുവാനാണ് നിലവിൽ ഇതിൻ്റെ സംഘടന ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കടുപ്പിച്ച തീരുമാനങ്ങൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ വലിയ സമരത്തിലേക്ക് ഇവർ നീങ്ങുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്.